ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഓൾമോസ്റ്റ് ഒരു 5ഓളം കമ്പനീസിൻ്റെ 10-20ഓളം 10-30ഓളം വേക്കൻസീസാണ് ഞാൻ ഇന്നും എത്തിക്കണേ. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 10-70ഓളം വേക്കൻസീസാണ് ഉണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കമ്പനിയിലേക്ക് പറയാം. ക്രിഡൻസ് ഹൈസ്കൂളിലേക്ക് ഓൾമോസ്റ്റ് ഒരു 2-3ഓളം വേക്കൻസി വരുന്നുണ്ട്. പിന്നെ അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ ഒരു 6ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ എമറേറ്റ് ഗ്ലോബൽ അലുമിനിയം എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് 13ഓളം വേക്കൻസി വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് സെക്ടേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. അതിലേക്ക് ഒരു 12ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അബീല സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു 2-3ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആദ്യം പറയുന്നത് ക്രിഡൻസ് ഹൈസ്കൂളിലേക്ക് നമുക്ക് IT എക്സിക്യൂട്ടീവ്സിന്റെ വേക്കൻസി വരുന്നുണ്ട്. പിന്നെ എല്ലാ തരം വിഭാഗത്തിലുള്ള ടീച്ചേഴ്സിന്റെ വേക്കൻസി വരുന്നുണ്ട്. 5,000 മുതൽ 10,000 ദിർഹംസ് വരെയാണ് ഒരു സാലറി പറയണേ. career@credenshighschool.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ബോത്ത് വേക്കൻസി ആൻഡ് മെയിൽ ID സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തേക്കാം. പിന്നെ വരുന്നതാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്കിലേക്ക് 6ഓളം വേക്കൻസി വരുന്നുണ്ട്. ന്യൂറോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ്, പിന്നെ ഡെർമറ്റോളജിസ്റ്റ്, നേഴ്സസ്, അങ്ങനെ ഓൾമോസ്റ്റ് 6-7ഓളം വേക്കൻസീസ് ആണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്കിലേക്ക് വന്നേക്കുന്നത്. അപ്പം മെയിൽ അയക്കേണ്ടത് HR@americanhospital.qa എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. പിന്നെ വരുന്നതാണ് എമറേറ്റ് ഗ്ലോബൽ അലുമിനിയം എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് ഒരു 13ഓളം വേക്കൻസി വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ, നാഷണൽ ട്രെയിനി, സീനിയർ അസോസിയേറ്റ്, ഓഡിറ്റർ, IT ഓഡിറ്റിംഗ് സ്റ്റാഫ്, പിന്നെ യൂട്ടിലിറ്റി ഓപ്പറേഷൻ, പിന്നെ ഡാറ്റ സയന്റിസ്റ്റ്, ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, സീനിയർ അസോസിയേറ്റ്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 13ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. അക്കൗണ്ട്സിലേക്ക് വരുന്നുണ്ട്, ഓഡിറ്റിംഗിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് CSR@eag.AE എന്ന് പറയുന്ന മെയിലിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. അപ്പം മെയിൽ IDയും വേക്കൻസിയും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ 4മത്തായിട്ട് വരുന്നതാണ് എക്സ്ട്രാ കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, പിന്നെ എഞ്ചിനീയറിംഗ് സെക്ടറാണ് അവരുടെ കമ്പനിയുടെ വേക്കൻസി വരുന്നത്. മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് സെക്ടറിലാണ് അവർക്ക് കമ്പനീസ് ഉള്ളത്. അപ്പോൾ വേക്കൻസീസ് വരുന്നത് പ്രൊജക്ട് മാനേജർ, സിവിൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഈ 2 എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പ്രൊജക്ട് എഞ്ചിനീയറിംഗിലേക്ക് സിവിൽ എഞ്ചിനീയർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർക്കും അപ്ലൈ ചെയ്യാം. അത് പിന്നെ വരുന്നതാണ് എസ്റ്റിമേറ്റ് എഞ്ചിനീയറിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ലോണ്ടറി സൂപ്പർവൈസർ വേക്കൻസി ഉണ്ട്. HSE എഞ്ചിനീയറിംഗിലേക്ക് എഞ്ചിനീയറായിട്ട് വേക്കൻസി ഉണ്ട്. അത് ഡിഗ്രി കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും, ഇക്വലന്റ് ഡിഗ്രി കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും HSE എഞ്ചിനീയറിംഗിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നതാണ് പ്ലംബിംഗ് എഞ്ചിനീയറിംഗിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ എക്സ്പീരിയൻസ് മാത്രം മതി. പിന്നെ ഫോർമാനിലേക്ക് വേക്കൻസി, പിന്നെ പ്ലംബിംഗ് ഫോർമാനിലേക്ക് വേക്കൻസി ഉണ്ട്. പിന്നെ പ്ലംബിംഗ് ഫോർമാനിലേക്ക് വേക്കൻസി ഉണ്ട്. HVACയിലേക്ക് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ക്രെയിൻ ഓപ്പറേറ്ററിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ബൂം ലാഡർ ഓപ്പറേറ്ററിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 12-13ഓളം വേക്കൻസീസ് ആണ് വരുന്നത്. മെയിൽ അയക്കേണ്ടത് മെയിൽ ID ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് അബീൽ സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്കൊരു 3 വേക്കൻസി വരുന്നുണ്ട്. മർച്ചൻഡൈസ്, പിന്നെ കാഷ്യർ, പിന്നെ അഡ്മിനിസ്ട്രേറ്റർ, ഇങ്ങനത്തെ ഒരു 3ഓളം വേക്കൻസിയാണ്. abil.khalidia@abilsupermarket.ae എന്ന് പറയുന്ന മെയിലിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. ഇന്ന് ഓൾമോസ്റ്റ് 5ഓളം കമ്പനീസിന്റെ 10-15ഓളം വേക്കൻസി, 20ഓളം വേക്കൻസീസാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മെയിൽ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് വേക്കൻസിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ വേക്കൻസിയുടെ ഹെഡ് വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഐ എം അപ്ലൈയിങ് ടു ദ പൊസിഷൻ ഓഫ് പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് വെച്ചിരിക്കണം. പിന്നെ ബോഡിയിൽ നിങ്ങൾ ചെറിയൊരു ഡീറ്റെയിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ സൈനിങ് ഓഫ് ഈഗിൾസ്റ്റ് ജോബ്സ്.